കെമിക്കലുകൾ ഇല്ലാതെ വെറും 1 മിനിറ്റിൽ എത്ര നരച്ച മുടിയും വേരിൽ നിന്ന് തന്നെ കറുപ്പിക്കാം. ഇതാണ് മാജിക് എന്ന് പറയുന്നത്. നര മാറ്റാൻ ഇനി കെമിക്കലിൻ്റെ പുറകെ പോയി മുടി നശിപ്പിക്കല്ലേ. ഞാൻ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കണേ. എന്താണ് സംഭവം എന്ന് പറയാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കൂ. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര. അത് മാറ്റാൻ നമ്മൾ പലരും പല കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുക്ക വന്ന കുറേ പേരുണ്ട്. അവരൊക്കെ ചെയ്തത് പല കെമിക്കൽ ഡൈകളും കെമിക്കൽ പാക്കുകളും ഒക്കെയാണ്. അപ്പൊ അവരുടെ മുടിക്ക് പിഴുതു പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്ത് മുടിയിലെ നര മാറ്റുന്നതാണ് നല്ലത്. ഇപ്പൊ പ്രായഭേദമില്ലാതെ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മുടെ ജീവിത ശൈലികളും ഒക്കെ കൊണ്ടാണ് നമുക്ക് മുടിയിൽ നര വരുന്നത്. അപ്പൊ നമ്മുടെ ജീവിത ശൈലി മാറ്റുകയും ഈ പറയുന്ന പോലുള്ള പാക്കുകളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളത് ചെയ്ത് നര മറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നര മുടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറുന്നത് നിങ്ങൾക്ക് കാണാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ മുടിയിലെ നര മാറ്റുന്നതിന് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ ഒരു പറയുന്ന കാര്യം തയ്യാറാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തൈരാണ്. തൈര് വെച്ചിട്ട്, പക്ഷെ ഞാൻ സലൂണിലൊക്കെ തൈര് വെച്ചിട്ട് ഒരിക്കലും ഹെന്നയൊന്നും ഉണ്ടാക്കാറില്ല. കാരണം ആ ഒരു ചേരേണ്ട രീതിയിൽ ചേർന്നാലേ നമ്മുടെ മുടിക്ക് അതുകൊണ്ട് ഗുണം കിട്ടുള്ളൂ. ഹെന്ന ഉപയോഗിക്കുന്ന സമയത്ത്, ഹെന്ന പാക്കൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നരയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഞങ്ങൾ തൈര് വെച്ചിട്ട് പാക്കുകൾ ഉണ്ടാക്കി ഉപയോഗിക്കാറില്ല. തൈര്, എഗ് വൈറ്റ്, ലെമൺ എന്നിവയൊന്നും നരയുള്ളവർക്ക് തൈര്, എഗ് വൈറ്റ്, ലെമൺ എന്നിവ ചേർത്തിട്ടുള്ള ഹെന്ന പാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ തൈര് ചേരേണ്ടതായ രീതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ മുടിക്ക് നര മാറ്റിയെടുക്കാൻ സാധിക്കും. ആ ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ മതി. അതിന് ആദ്യം നമ്മളിപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു പഴകിയ ചീനിച്ചട്ടി വേണം. അതായത് കുറച്ച് നാൾ പഴക്കം ചെന്ന ചീനിച്ചട്ടി വേണം. അതെടുക്കുക, നല്ലപോലെ കഴുകിയിട്ട് അതെടുത്തിട്ട് അതിലേക്ക് ആംല പൗഡർ, അതായത് നെല്ലിക്കാപ്പൊടി 3 ടേബിൾ സ്പൂൺ. ഇപ്പം ഞാനിപ്പോൾ നോർമൽ ഹെയറിന്റെ അളവിനാണ് പറയുന്നത്. നിങ്ങൾക്ക് ലോങ് ഹെയർ ആണെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതിയാവും. 3, 4, 5 എടുക്കാം. ആംല പൗഡർ, അതായത് നെല്ലിക്കാപ്പൊടി, ഇത് നമുക്ക് ഓൺലൈൻ വഴിയും അതല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിൽ നിന്ന് നെല്ലിക്കാപ്പൊടി മേടിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ പച്ച നെല്ലിക്ക മേടിച്ച് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് അത് പൊടിച്ചെടുത്താലും മതിയാകും. നിങ്ങളുടെ ഇഷ്ടം. നെല്ലിക്കാപ്പൊടി വേണം, അത് 3 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. നിങ്ങൾക്ക് സാധാരണ കോഫി പൗഡർ എടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കാം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൈര്, പുളിയില്ലാത്ത നല്ല കട്ട തൈര്. ആ വെള്ളവും കൂടി ചേർന്ന് വേണ്ട, അതിന്റെ ആ ഒരു കട്ടയുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കാം. മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നല്ല പോലെ ക്രീം രീതിയിൽ മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം ഒരു ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്ക് ഇതിന്റെ കളറൊക്കെ അങ്ങ് ചേഞ്ച് ആവും, കറുത്ത കളറിലേക്കായിട്ട് മാറും. ഇത് 8 മണിക്കൂറിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലായിട്ടിരിക്കും. നല്ല പ്യുവർ ബ്ലാക്ക് കളറിൽ ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ലൂസ് രീതിയായിട്ട് കിട്ടും കേട്ടോ. റൂട്ടിൽ പറ്റാതെ വേണം നമ്മൾ ഇടാനായിട്ട്. റൂട്ടിൽ പറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ എന്നാൽ റൂട്ടിൽ പറ്റാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പറ്റിയാലും ഒരു പ്രശ്നവുമില്ല, പക്ഷെ ഇരുമ്പിന്റെ അംശം നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് പഴകിയ ഇരുമ്പിന്റെ ആ ഒരു ചീനിച്ചട്ടി എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ നിങ്ങൾ ഇട്ടതിന് ശേഷം ഒരു 15 10 മിനിറ്റ് വെച്ചിട്ട് നോർമൽ വാട്ടറിൽ മുടി കഴുകി നോക്ക്. ആ ഒരു നര മാറുന്നത് നിങ്ങൾക്ക് കാണാം. ഇതേ രീതിയിൽ ചെയ്യണം. പിന്നെ ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നാരടങ്ങിയതും ഇലക്കറികളും മീനും ഒക്കെ കഴിക്കാം. അതൊക്കെ നമ്മുടെ മുടിയിലെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനും നര മറയ്ക്കാനും ഒക്കെ സാധിക്കും. കാരണം നമ്മൾ പാക്കുകൾ ഇട്ടാലും നമ്മൾ ഉള്ളിലൂടെ ചെന്നാലും കൂടിയേ നമ്മുടെ ആ ഒരു പ്രതീക്ഷിച്ച പോലെ നമ്മുടെ മുടിക്ക് നര മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. ഈ പറഞ്ഞ പോലെ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഹെന്ന പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് തൈര് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അത് മുടിക്ക് ഗുണം ചെയ്യില്ല. പിന്നെ പലരും ഹെന്ന പൗഡറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തൈര്, ലെമൺ ജ്യൂസ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കും. അതൊരിക്കലും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങളുടെ നര കൂടുകയുള്ളൂ. പക്ഷെ ഈ ഒരു രീതിയിൽ ചെയ്താൽ നര മറച്ചെടുക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് പറയണേ കേട്ടോ. അങ്ങനെ നമ്മുടെ ഡൈ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ തേച്ച് പിടിപ്പിക്കുന്നത്. നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അത് പഴകിയ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ തേച്ച് പിടിപ്പിച്ചേക്കുന്നത്. തേച്ചതിന് ശേഷം 15 മിനിറ്റ് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കഴുകാം. പിന്നെ ഈ ഒരു ഇപ്പൊ ഇട്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ച വരെ നിങ്ങളുടെ മുടിയിലെ നര മറച്ചിരിക്കും.
പിന്നെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും നര മാറുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക, ടെൻഷൻ ഒഴിവാക്കുക, പിന്നെ നിങ്ങളുടെ ജീവിതശൈലിയിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കൂടി വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പോലെ നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും 2-3 പ്രാവശ്യം ഇടാതെ തന്നെ നര മാറുന്നത് നിങ്ങൾക്ക് കാണാം. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് പറയണേ കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.